അതിരപ്പള്ളി റോഡിൽ കണ്ണങ്കുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമുഴി, പത്തയാറ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെയും മുതലകളെയും കാണുന്നത്. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു. പ്രളയത്തിൽ ഒഴുകിവന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരവാസക്കാരായതെന്നാണ് നിഗമനം. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറയാണ് ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം. ചതുപ്പൻ മുതലുകൾ എന്ന പ്രാദേശികമായി വിളിക്കുന്ന മുതലുകളാണ് കൂടുതലായി ഈ ഭാഗങ്ങളിൽ കാണാറുള്ളത്. പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ തന്നെ വെയിൽ കൊള്ളാൻ പാറപ്പുറത്തും പുഴയോരത്തും കിടക്കുകയും വൈകുന്നേരം ആഴങ്ങളിലേക്ക് മറയുകയുമാണ് പതിവ്. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ കയറി മുട്ടയിടാറുമുണ്ട്. മത്സ്യങ്ങളെയും മറ്റു ചെറുജീവികളെയും ഭക്ഷിക്കുന്ന ഇത്തരം മുതലകൾ മനുഷ്യന് ഭീഷണിയല്ലെന്നാണ് നിഗമനം. മുതലകളുടെയും ചീങ്കണ്ണികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെ ആർക്കും ഉപദ്രവമുണ്ടായിട്ടില്ല. 2-3 വർഷങ്ങൾ മുമ്പ് വരെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രളയത്തിന് മുമ്പ് വരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ട് ഒരു ചീങ്കണ്ണിനെ കണ്ടു. അന്ന് അത് കാണുമ്പോൾ വലിയ അത്ഭുതം, അതിശയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിറയെ ചീങ്കണ്ണികളാണ്. എല്ലാ സ്ഥലങ്ങളിലും ചീങ്കണ്ണികളെ കാണാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോ മുതലകളെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും നമ്മളിവിടെ കാണാത്ത സംഭവമാണ്. അതിരപ്പള്ളിയിൽ വരുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ചാലക്കുടി പുഴയിൽ നിരോധിത മേഖലകളിൽ പോലും ഇറങ്ങാറുണ്ട്. മുതലകളുടെ സാന്നിധ്യം കൂടുതലുള്ള ഇടങ്ങളിൽ ഇറങ്ങി അപകടം വിളിച്ചു വരുത്തരുതെന്ന മുന്നറിയിപ്പ് വനംവകുപ്പ് അധികൃതർ നൽകിയിട്ടുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോ, ഈ ചാലക്കുടി പുഴ, അതിരപ്പള്ളിയിലൊക്കെ പോകുന്ന വിനോദസഞ്ചാരികൾ കുറച്ചധികം ജാഗ്രത പാലിക്കണമല്ലേ ഇനി മുതൽ? ചാലക്കുടി പുഴയിൽ ചീങ്കണ്ണികളുടെ സാന്നിധ്യം കുറേ നാളുകളായി, അതായത് ഈ പ്രളയത്തിന് മുൻപേ തന്നെ അവിടെ ചീങ്കണ്ണികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതാണ്. കൂടാതെ പക്ഷേ എണ്ണത്തിൽ കുറവായിരുന്നു എന്നുള്ളതാണ്. ഈ മലവെള്ളപ്പാച്ചിലൊക്കെ തന്നെ ഒഴുകി വന്നതാകാമെന്നായിരുന്നു ആദ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. ഇതുവരേക്കും അങ്ങനെ പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും തന്നെ ആളുകൾക്കുണ്ടായിട്ടില്ല. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ചതുപ്പൻ മുതല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ പറയുന്നത്, ഈ മുതലകളെയും ചീങ്കണ്ണികളെയും ഒക്കെ കുറിച്ച്. അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾക്കൊന്നും തന്നെ വലിയ ഭയപ്പാടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇതൊരു ക്രമാതീതമായി ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത് മുട്ട വിരിഞ്ഞിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ നൽകിയിരുന്നു. അതിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്ത്. ആളനക്കം ഉണ്ടാകുമ്പോൾ തന്നെ ഇവ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് വെള്ളത്തിലേക്ക് പോവുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു നേരിയ ആശങ്ക ചിലർക്കെങ്കിലും ഉണ്ടാകുന്നത് ഈ പുഴയോരത്ത് എപ്പോഴും ആളുകൾ മത്സ്യബന്ധനത്തിനും അതിനോടൊപ്പം തന്നെ കുളിക്കാനും ഒക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഇതൊക്കെ തന്നെ. അതായത് കണ്ണങ്കുഴി ഭാഗമായാലും അവിടെ നിന്ന് നേരെ ഈ തുമ്പൂർമുഴി ഉദ്യാനം എത്തുന്നതിന് മുൻപ് വരെയുള്ള പല ഇടങ്ങളിലും സമാനമായ രീതിയിൽ കടവുകളിലും മറ്റും മീൻ പിടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും ഒക്കെ ആളുകൾ ഇറങ്ങാറുണ്ട്. ഇതുവരേക്കും അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് ആണെങ്കിൽ പോലും എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയും ഉണ്ട്. ഏതെങ്കിലും ഇപ്പോഴുള്ള ഈ ഒരു വർഗമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ വ്യതിയാനം ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ഇനി മുതൽ വിനോദസഞ്ചാരികൾ കുറച്ച് ജാഗ്രത പാലിക്കേണ്ടതാണ്. ശരി ലിഷോയ്.